ഒരുപാട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ കഴിക്കാനൊക്കെ. എല്ലാവരും കൂടെയുള്ളൊരു സദ്യയൊക്കെ ഉണ്ടിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞൊന്ന് പുറത്തോട്ട് ഇറങ്ങി. നമ്മുടെ തിരുവോണമല്ലേ, അപ്പോൾ ഒന്നൊന്ന് കറങ്ങാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ പോയത് ജുബൈലിലേക്കാണ്. ജുബൈലിൽ നമ്മൾ ബനാന ബീച്ച് എന്ന് പറയുന്നൊരു ബീച്ചുണ്ട്. അത്യാവശ്യം നമ്മുടെ മറ്റു ബീച്ചുകളെയൊക്കെ അപേക്ഷിച്ച് കാണാനും ഒരു ലുക്കുണ്ട്, അതുപോലെ തന്നെ കളിക്കാനുമുണ്ട്, പാർക്കുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗോവയിലൊക്കെ പോകത്തില്ല, അതുപോലൊരു ലുക്ക് വരുന്നൊരു ബീച്ചാണ് നമ്മുടെ ബനാന ബീച്ച്. അപ്പോൾ എല്ലാവരും ദമാമിലോ കോബാറിലൊക്കെ ഉള്ളവർ ഒന്ന് പോകണം കേട്ടോ ബനാന ബീച്ചിൽ. കാരണം ഒരു പ്രത്യേക ഒരു രസമാണ് അവിടെ പോയി ഇരുന്ന് നമ്മുടെ ബീച്ചൊക്കെ കാണാൻ. പിന്നെ പിള്ളേർക്കും കുറേ എൻജോയ് ചെയ്യാം. ഇത് നമ്മുടെ ബീച്ചിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഔട്ട് സൈഡാണ് കേട്ടോ ഇത്. നമ്മുടെ ദമാമിലെ ഏരിയയിലൊന്നും ഇപ്പോൾ പൂക്കളേ ഇല്ല, ചൂടായത് കാരണം പൂക്കളൊക്കെ പോയി. അങ്ങനെ പൂ കണ്ടപ്പോൾ ഓണമല്ലേ, പൂ കണ്ടപ്പോഴത്തേക്ക് അവിടെ ഒന്ന് നിന്നത്. അപ്പോഴാണ് അവിടെ കണ്ടത് നമ്മുടെ എന്താ പറയുന്നത് അക്കുപഞ്ചർ എന്നൊക്കെ കേട്ടിട്ടില്ല, അതായത് നമ്മൾ റിഫ്ലക്റ്റോളജി എന്ന് പറയും. കണ്ടോ, അതായത് നമ്മുടെ കാലിലെ ഓരോ പോയിന്റും നമ്മളെ ഓരോ ഓർഗനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ അവിടെ കുറേ ആ ടൈപ്പിൽ കുറേ കല്ലുകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ കൂടെ നടക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടോ കാലിൻ്റെ ഓരോ ലെങ്സ്, ലിവർ, ഹേർട്ട്, അങ്ങനെ ഓരോ നമ്മുടെ കാലിന് അത് തന്നെയാണല്ലോ നമ്മൾ അക്കുപഞ്ചറിലും ചെയ്യുന്നത്. കാലിൻ്റെ ഓരോ പാർട്ടിനും ഓരോ ഓർഗൻസ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലൂടെ നടക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഓർഗനും അത് അത്രയും നല്ലതാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഓരോ കല്ല് കണ്ടോ, കല്ലിന് ഓരോ പ്രത്യേകതയുണ്ട്, ഓരോ രീതിയിൽ. അതുപോലെ നമ്മുടെ കാലിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഇല്ലേ, അതുപോലെ അറേഞ്ച് ചെയ്താണ് നമ്മുടെ ആ കല്ല് സ്റ്റോണ് വെച്ചേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ കറക്റ്റ് നമ്മുടെ കയ്യിലെയും കാലിലേക്ക് ഫിംഗർ പ്രിൻ്റ് പോലെയുള്ള അറേഞ്ച് രീതിയിലാണ് ആ സ്റ്റോൺ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ആദ്യം കുറച്ച് പ്രത്യേക രീതിയും പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വേറൊരു രീതിയിലാണ് ആ സ്റ്റോണിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ വരുന്നവരൊക്കെ ഇവിടെ കൂടെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ചെരുപ്പിടാതെ വേണം നടക്കാൻ കേട്ടോ. മോള് കാല് നടക്കാൻ വയ്യെന്ന് വെച്ചിട്ട് അവൾ ചെരുപ്പിട്ടതാണ്. നമ്മൾ ചെരുപ്പിടാതെ തന്നെ ഇതിൽ കൂടെ നടന്നാലേ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. കണ്ടോ, ഇവിടെ വേറൊരു രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് ഫുള്ള് നടക്കും തോറും നമുക്ക് അത്രയും ഹെൽത്തിന് നല്ലതാണെന്നാണ് അവർ പറയുന്നത്. ഇത് ഞാനിവിടെ വന്നിട്ട് സൗദിയിൽ വന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. വേറെ നമ്മുടെ പാർക്കിലൊന്നും ഇങ്ങനെയൊന്നും വെച്ചിട്ടില്ല. നമ്മുടെ ജുബൈലിൽ ബനാന ബീച്ചിനടുത്തുള്ള ആ പാർക്കിലാണ് കേട്ടോ ഈ അറേഞ്ച്മെൻ്റൊക്കെ ഉള്ളത്. അപ്പോൾ വരുന്നവരൊക്കെ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്തേരെ. കാണുന്നതാണ് കേട്ടോ ബനാന ബീച്ച്. അപ്പം നമ്മൾ ഈ ബനാന ബീച്ചിൽ വരുമ്പോൾ നമ്മൾ അഡീഷണൽ ഡ്രസ്സൊക്കെ നമ്മുടെ എന്താ പറയുക നാട്ടിലെ സിൽവർ സ്റ്റോമിലും വണ്ടർലയിലൊക്കെ പോകുന്ന പോലെ അഡീഷണൽ ഒരു ജോഡി ഡ്രസ്സൂടെ നമ്മുടെ കയ്യിൽ വെച്ചേക്കണം കേട്ടോ. അത് കൂടുതലും എന്ന് വെച്ചാൽ നമ്മുടെ വാട്ടറിൽ കളിക്കാനുള്ള റൈഡുകളാണ് കൂടുതലും. അപ്പോൾ പിള്ളേർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം. നമ്മൾ ഒരു ജോഡി ഡ്രസ്സൂടൊക്കെ കയ്യിൽ വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ മെയിൻ ബനാന ബീച്ചിന് തൊട്ട് മുമ്പ് തന്നെ അവർ പുറത്തായിട്ട് ഒരു സാധാ നോർമൽ പാർക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബനാന ബീച്ചിൽ കയറുന്നതിന് നമുക്ക് കുട്ടികൾക്ക് ഫീസില്ല, വലിയവർക്ക് എൻട്രി ഫീസായിട്ട് അവർ 10 റിയാൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 പേർക്കും എനിക്കും ഹസ്ബൻഡ് മാത്രം മതിയായിരുന്നു എൻട്രി ഫീസ്. പിള്ളേർക്കൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതും ഒരു നല്ല കാര്യമാണ്. പൊതുവെ പാർക്കുകളിലൊക്കെ പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഫീസ് വെക്കാറുണ്ട്, പക്ഷേ ഇവിടെ പിള്ളേർക്ക് ഫ്രീ ആണ്, കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ പുറത്തും അവർ ഇത് കണക്കൊരു പാർക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക്
അവരെ ആ ഒരു ഹൗസിൻ്റെ രീതി. ഇതൊക്കെ അതിനകത്തുള്ള ഷോപ്പുകളാണ് കേട്ടോ. നമ്മൾ പുറമേ കാണുമ്പോൾ ഇങ്ങനെ കാണുന്നെങ്കിലും ഇതകത്ത് ഓരോ ഷോപ്പുകൾ, ഐസ്ക്രീം ഷോപ്പുകൾ, പോപ്കോൺ ഷോപ്പുകൾ, അങ്ങനെ ഷോപ്പുകളാണ് ഇങ്ങനെ നമ്മൾക്കിങ്ങനെ കാണുന്നത്. ട്രയാങ്കിൾ ഷേപ്പിൽ റൂഫ് പോലെ കാണുന്നത് അകത്തെ ഷോപ്പുകളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബനാന ബീച്ച് എത്തി കേട്ടോ. നല്ല രസമുണ്ടല്ലോ. ഇവിടെ എത്തുമ്പോൾ നമ്മളെ ഇതുവരെ കണ്ടതല്ല, വേറൊരു രീതിയിലൊരു എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ. അതിൻ്റെ എത്താം. നമ്മളങ്ങനെ ബനാന ബീച്ചിൻ്റെ ഇൻസൈഡിലേക്ക് കയറിയായിരുന്നു. ഇവിടെയൊക്കെ ഒരു ബനാന ബീച്ചിൻ്റെ അവർ കണ്ടോ, ഇതൊക്കെ അവിടുത്തെ ഗെയിമുകളാണ് കേട്ടോ. അവിടെ കളിക്കാനൊന്നും ആരുമില്ല. എല്ലാവരും പിള്ളേർക്കെല്ലാം കളിക്കാൻ ഇഷ്ടം വെള്ളത്തിലായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം എല്ലാവരും വെള്ളത്തിലെ റൈഡിലോട്ടാണ് പോയേക്കുന്നത് കളിക്കാൻ. ഇവിടെ കണ്ടോ, ഇവിടെ നല്ല രസമുണ്ടല്ലേ കാണാൻ. നമുക്ക് ഇരുന്ന് നമ്മുടെ കടൽ കാണാം, ബീച്ച് കാണാം. പിന്നെ നമ്മൾ ബോട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ബീച്ചിൽ കുളിക്കാൻ പറ്റും. അത് രാത്രി അലൗഡല്ല, നമുക്ക് പകൽ വൈകുന്നേരം വരെ അലൗഡാണ്. നമ്മൾ ബീച്ചിൽ കുളിച്ച് കഴിഞ്ഞിട്ട് അവർ ഇവിടെ തന്നെ നമുക്ക് നല്ല വെള്ളവും വെച്ചിട്ടുണ്ട്. നല്ല വെള്ളത്തിൽ കുളിക്കുക. കാരണം നമ്മൾ ബീച്ചിലൊക്കെ കുളിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ പിറ മൊത്തം ഉപ്പൊക്കെ ആവുമല്ലോ, ഉപ്പും മണലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ അങ്ങനൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും ലേഡീസിനും ഒക്കെ കുളിക്കാനായിട്ട് വെളിയിൽ തന്നെ ബാത്റൂമുകളും അല്ലാതെ കുളിക്കാനായിട്ട് ഷവറുകളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവിടെയാണ് ബോട്ടിങ്ങിൻ്റെ സെക്ഷന്. ഇതാണ് കേട്ടോ ഷവർ. ഇവിടെയാണ് കേട്ടോ കുളിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അങ്ങ് എൻഡിലായിട്ട് തന്നെ അവർ ചെറിയ ഹട്ട് പോലെ നിർമ്മിച്ചിട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അവിടെ ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട റൂം എടുക്കാം, എന്നിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാം.
ഇതാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിനകത്തെല്ലാം ആൾക്കാരുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ്. ഇതിനകത്ത് ടി വിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. AC കാര്യങ്ങൾ, കട്ടന് എല്ലാം ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കിടക്കുകയോ വിശ്രമിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ഹട്ടുകളാണ് കേട്ടോ ഇതൊക്കെ. ഇനി അങ്ങോട്ട് ചെറിയ ചെറിയ ഷോപ്പാണ് കേട്ടോ. ഐസ്ക്രീം, പോപ്കോൺ, അതുപോലെ തന്നെ പിള്ളേരുടെ ടോയ്സിൻ്റെ ഷോപ്പ്. അതുപോലെ തന്നെ അങ്ങേയറ്റം നമുക്ക് പ്രെയർ റൂമും ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. അത് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാനുള്ള എല്ലാം സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നവരൊക്കെ എന്തായാലും, അതായത് നമ്മുടെ ദമാമിലൊക്കെ ഉള്ളവരെന്തായാലും ഇവിടെ ഒരിക്കലെങ്കിലും ഒന്ന് വരേണ്ട സ്ഥലമാണ് കേട്ടോ നമ്മുടെ ബനാന ബീച്ച്. കണ്ടു, ഇതിൻ്റെ നമ്മുടെ റൂഫാണ് നമ്മൾ വെളിയിൽ നിൽക്കുമ്പോൾ കാണുന്നത്, ഈ ഓരോ ഷോപ്പിൻ്റെ റൂഫ്.
ഏറ്റവും ഫ്രണ്ടിലിട്ടേക്കുന്ന സീറ്റുകളെല്ലാം റിസർവ്ഡ് ആണ് കേട്ടോ. അതുമാത്രമല്ല അവിടെ നമ്മൾ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അധികം ചൂടൊന്നും എടുക്കത്തില്ല. അതുപോലെ തന്നെ അംബ്രല പോലെയും വെച്ചിട്ടുണ്ട്. നല്ല ഉച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലുതായിട്ട് വെയിലും അടിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പാണ് കേട്ടോ നമ്മുടെ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചേക്കുന്ന സെറ്റുകളിൽ അവർ വെച്ചേക്കുന്നത്. ഇങ്ങോട്ടല്ലാതെ ഒന്നും ഫാനും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ എന്നാലും നമുക്ക് കാണാം അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. കുറച്ച് ഒരു ബാക്കിലോട്ടാണെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ സമയം ഏതാണ്ട് നമ്മുടെ 8:30യോളമായി. അപ്പം നമ്മൾ അവിടുന്ന് തിരിക്കാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ നമ്മുടെ ബനാന ബീച്ചിലൂടെ ബൈ ബൈ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ.
നമ്മൾ ആദ്യമേ ഞാൻ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു, നമ്മൾ വന്ന വഴിയിൽ ഔട്ട് സൈഡിലൊരു പാർക്കുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. പാർക്ക് കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് അവിടെ കളിക്കണമെന്നൊരു ആഗ്രഹം. അങ്ങനെ അവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടായിരുന്നു, ഓണമല്ലേ. കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി, പിന്നെ കുറച്ച് എൻജോയ് ചെയ്തു. ആ റൈഡുകളിലൊക്കെ കയറിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ തന്നെ അവിടെ തൊട്ടടുത്ത് വേറൊരു പാർക്കുണ്ടായിരുന്നു, അങ്ങോട്ടേക്കും പോയി. ഇവിടെ സത്യം പറഞ്ഞാൽ കുറച്ച് നടക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അവിടെ കുറേ ഈത്തപ്പന മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ചിലതൊക്കെ നല്ല ഒരു ഈത്തപ്പഴം ഒരുവിധം പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. അധികം പഴുത്തിട്ടില്ല, ചെറിയ കവ ചവയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ കവറിട്ട് നിർത്തിയേക്കുന്നതാണ് നല്ല പഴുത്ത ഈത്തപ്പഴം. ഇത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരുന്നാൽ അതിരുന്ന് പഴുത്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഓണം വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. തിരുവോണം വ്ളോഗാണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇതുപോലുള്ള ദമാമിലെ കാഴ്ചകളും നമ്മൾ കുക്കിംഗ് വീഡിയോസുമായിട്ട് ഇനിയും വരുന്നവരെ ബൈ.